നമസ്കാരം. ആതിര മിസ് ആണ് കേട്ടോ. എടാ, നമുക്ക് എക്സാം ആവാറായില്ലേ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് ഒരുപാട് കവികളെ അറിയില്ലേ? നമ്മൾ ഒരുപാട് കവികളെ പഠിച്ചു അല്ലേ? നമ്മളിപ്പോൾ ഏതൊരു പാഠം പഠിക്കുകയാണെങ്കിലും ആ ഒരു പാഠഭാഗം ആരുടേതെന്ന് വെച്ചാൽ അവരെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരെ പറഞ്ഞു കേട്ടിട്ടുള്ളതും അതേപോലെ നമ്മൾ വായിച്ച പുസ്തകത്തിലേതൊക്കെ ആയിട്ടുള്ള ഒരുപാട് കവികളെ നമുക്കറിയാം അല്ലേ? എന്നാൽ നമുക്ക് അവരുടെ വിശേഷണങ്ങൾ അറിയോ? ചില കവികളുടെ മാത്രം വിശേഷണങ്ങൾ അറിയുള്ളൂ. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കുറച്ച് കവി വിശേഷണങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പഠിച്ചാലോ? മിസ്സിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. അതേപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ എക്സാം ആയപ്പോൾ ഒരുപാട് ലൈവുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നടത്തുന്നത്. അപ്പോൾ കറക്റ്റ് സമയത്തിന് നിങ്ങൾ ലൈവിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാലടാ. യെസ്, ആദ്യത്തെ ചോദ്യം എന്താണ്? ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ. മക്കളെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ONV കുറുപ്പ്, G ശങ്കരക്കുറുപ്പ്, ഇടശ്ശേരി ഗോവിന്ദൻ, പിന്നെയോ വൈലോപ്പിള്ളി. ഏതായിരിക്കടാ? യെസ്, G ശങ്കരക്കുറിപ്പാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് മക്കളെ? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ONV കുറുപ്പ്, ചെറുശ്ശേരി, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, വൈലോപ്പിള്ളി. ഏതാണ്? ചെറുശ്ശേരി. ആരാണ്? രണ്ടാമത്തെ ഓപ്ഷനാണ്, ചെറുശ്ശേരിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആശയഗംഭീരൻ സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആരായിരിക്കും? കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ, CV രാമൻ പിള്ള. ആരായിരിക്കും? ഒരു സംശയവും വേണ്ട, നമ്മുടെ കുമാരനാശാനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സൂര്യകാന്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ആരാണ് മക്കളെ? G ശങ്കരക്കുറിപ്പാണോ? വയലാറാണോ? മൂലൂർ പത്മനാഭ പണിക്കരാണോ? MT വാസുദേവൻ നായരാണോ? ആരായിരിക്കും? യെസ്, വെരി ഗുഡ്. G ശങ്കരക്കുറിപ്പാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തൂലിക പടവാളാക്കിയ കവി ആരായിരിക്കും? വയലാർ, വൈലോപ്പിള്ളി, കടമ്മനിട്ട, P ഭാസ്കരൻ. ആരാണ് മക്കളെ? വയലാർ. യെസ്. കവിത ചാട്ടവാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ഇടശ്ശേരി, MT. ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിപ്ലവ കവി ആരാണ്? A അയ്യപ്പൻ, വയലാർ, അനിൽ പാച്ചുരാൻ, പിന്നെയോ അൻവർ അലി. ആരായിരിക്കും? ഒരു സംശയം വേണ്ട, വയലാറാണ് കേട്ടോ. താമരത്തോണിയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ആനന്ദ്, ആറ്റൂർ, P കുഞ്ഞിരാമൻ നായർ, ONV കുറുപ്പ്. ആരാണ്? P കുഞ്ഞിരാമൻ നായർ. യെസ്. അപ്പൊ മക്കളെ, നമ്മൾ ഒരുപാട് കവികളെ നമുക്കറിയാം. യെസ്, നമുക്ക് കവി വിശേഷണങ്ങൾ നമുക്ക് പലരുടെയും അറിയില്ല അല്ലെ? അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് കവികളെയും പരിചയപ്പെട്ടു, അതേപോലെ തന്നെ കവി വിശേഷണങ്ങളും പരിചയപ്പെട്ടു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മിസ്സിന്റെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള വിലപ്പെട്ട കമന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.